ഈ പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലൈക്ക് ദേ വിൽ വോണ്ട് ടു സീ, ആണുങ്ങളെ പോലെ അല്ല 4 ഷർട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ 1 ഷർട്ട് എടുത്തിട്ട് പോകും അല്ലേ. ഈ വെള്ളയ്ക്ക് പോയാൽ നിങ്ങൾ എത്ര നേരം എടുക്കും? ഹാർഡ്ലി 3 മിനിറ്റ്, ബില്ല് ചെയ്യാൻ 1.5 മിനിറ്റ്. 4.5 മിനിറ്റ് കൊണ്ട് ആണുങ്ങൾ ഔട്ട് ആണേ. നമ്മൾ 4.5 മിനിറ്റ് കൊണ്ട് ഔട്ടാവാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഒലകമക ഭദ്രകാളി ഞാനായിരിക്കും അന്ന്. നിങ്ങളുടെ ഭാര്യ ഒരു കല്യാണ ആവശ്യത്തിന് നിങ്ങളുടെ മോളെയും നിങ്ങൾ ഷർട്ട് എടുക്കാനായിട്ട് കടയിൽ കയറിക്കേ. So she will take 5 hours into 10 times, but you will take 5 minutes. അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് പഠിക്കുമ്പോൾ യു വിൽ ഓൾസോ ഇവോൾവ് ഫൈനലി. ഇവർക്ക് എന്താ വേണ്ടി, എങ്ങനെ കൊടുത്താൽ എങ്ങനെ പിടിക്കും, എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ, ലെവൽ ഓഫ് തിങ്കിങ്, റിക്വയർമെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പീരിയഡ്സ്, വൈ, വേ, ഹൗ. പിന്നെ ഐ നോർമലി ട്രാവൽ മച്ച് ahead of time and I come back and be with them. ഞാനങ്ങ് ഓടി അങ്ങ് പോവും, തിരിച്ച് റിവേഴ്സ് എടുത്ത് ഞാൻ വന്ന് നിൽക്കും. എൻ്റെ സ്റ്റാഫ് അങ്ങനെയല്ല. ഇവൻ ചിലപ്പോൾ ഞാൻ ഇവിടം വരെ ഓടിപ്പോയിട്ട് തിരിച്ച് ഇവിടം വരെ വരുമോ, എൻ്റെ സ്റ്റാഫ് ഇവിടം വരെ പോയിട്ട് അഭിനവ് ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയും. ഏത് ഞാൻ ഇവിടം വരെ പോയിട്ട് തിരിച്ച് വന്ന് അവൻ അറിയുന്നില്ല. അവൻ ഇവിടുന്നോട്ട് ഇവിടം വരെ പോയിട്ട് പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്തതാണല്ലോ. ചെയ്തതാ, ക്ലയൻറ്റിന് അത് വേണം. ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് അടിച്ച് വേണം പഠിപ്പിക്കാൻ. ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഐ നീഡ് മോർ ഓഫ് ബനാറസി, പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അന്ന് വന്നാൽ ഇവർക്കാർക്കും വേണ്ട, അറിയത്തില്ല, ഇഷ്ടമില്ല ഒക്കെ. ഇവർക്ക് ബനാറസി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോർഡർ, അങ്ങനെ ഒരു ജാല് കേട്ടോ ബനാറസി. അതല്ലാത്തതൊന്നും ബനാറസി അല്ല, അങ്ങനെയേ വേണ്ടൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് എന്ത് വേണോ അവിടെ ഞാൻ അങ്ങ് നിന്ന് കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ കൂടെ വീവിങ് സെക്ടർ കാണും, ചില സമയത്ത് നമ്മുടെ കൂടെ വീവിങ് സെക്ടർ കാണത്തില്ല. ഇപ്പം ബനാറസി ഇവർക്ക് വേണമെങ്കിൽ ഞാനൊരു അവിടുന്ന് തന്നെ ഞാൻ ആർട്ടിക്കിൾസ് ഇവിടെ കൊണ്ട് വെച്ച് കാണും. വെച്ചിട്ട് ചിലപ്പം വിൽക്കാൻ പറ്റാതെ ഞാൻ തിരിച്ച് കൊണ്ടുപോയി കാണാം. അങ്ങനെ 2-3 ചുറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അതും വിൽക്കാതെ അവന്മാരൊക്കെ തെറി ഞാൻ പകുതി കേട്ടിട്ടുണ്ട്. കുറച്ച് അയക്കും, ബാക്കി കുറച്ച് ഞാൻ തന്നെ സഹിക്കേണ്ടി വരും. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾ കയറും. അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ എങ്ങനെ മാർക്കറ്റിൽ 2000 രൂപ 1000 രൂപ തൊട്ട് ബനാറസി കിട്ടാൻ തുടങ്ങും. അത് ഉടനെ കിട്ടില്ലല്ലോ. ഈ ആവശ്യ വിനിയോഗത്തിലാകുമ്പോഴാണ് മാർക്കറ്റിൽ അത്രയും സസ്ത കിട്ടാൻ തുടങ്ങുന്നത്. ആ പോയിന്റിൽ അങ്ങനത്തെ സാധനങ്ങൾ കാണത്തില്ല. സോ ഇങ്ങനെ ഇവരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഓടാൻ പഠിക്കുമ്പോൾ എന്നെ എന്തിനു വേണേലും കൊള്ളാം. ലൈക്ക് കേരള ഈസ് യൂസിങ് മീ. ഈ ഒരു ഫിംഗർ നെയിൽസിൻ്റെ ടിപ്പ്, സ്മോളസ്റ്റ് ഫിംഗർ നെയിലിൻ്റെ ടിപ്പാണ് കേരള എന്നെ യൂസ് ചെയ്യുന്നത്. ഞാനിതൊന്നും അല്ല. മൈ കപ്പാസിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് രീതി റിവാസ് ഇസ് മച്ച് മോർ ഹയർ. അപ്പോൾ ഇവരിങ്ങനെയേ വേണ്ടു. ഇവർക്ക് സ്കാറ്റർ, കുത്താനേ ഇവർക്ക് അറിയത്തില്ല. ഞാൻ കൂടെ ഒന്ന് കുത്താനല്ലേ പറ്റുള്ളൂ, ഒന്നും എംബ്രോയ്ഡറി അല്ല. ഓക്കെ, നൗ ടു പുട്ട് ഇറ്റ് വെരി സിമ്പിൾ. ഈ വെള്ള ഷർട്ടാണ് ഫാഷൻ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വെള്ള ഷർട്ടാണ് ഫാഷൻ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായി? അവർക്കതേ വേണ്ടു. അങ്ങനെയല്ലേ പറ്റൂ. അപ്പം എനിക്കാണെങ്കിൽ ഇതിൽ ഗോട്ട ചെയ്യാൻ അറിയാം, ലൈനിനെ ചെയ്യാൻ അറിയാം. ഇതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ ഡു ഇറ്റ്. ഗിവ് മി 3 months 2 months. ഇപ്പം ഏത് US-ലോ ഓസ്ട്രേലിയയിലോ ഉള്ള ഏത് വൈറ്റ് വെഡ്ഡിങ് ഗൗൺ പോലെ എനിക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ 10-1 വില മതി, 10-1 ടൈം മതി. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് തന്നാൽ ഐ എം ദർ റെഡി വിത്ത് യു. ഏത് ലെഹങ്ക, ഏത് ഗൗൺ, ഏത് ഫാൻസി ഡ്രസ്സ്, സെൽഫ്, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഫുള്ള് യൂസ് ചെയ്യാൻ മലയാളീസിന് തലയെഴുത്തില്ലാതെ പോയി സോഫ. യൂസ്വലി വേലും ഇല്ല. UAE we had taken the longest saree there and we had put it on a display there. UAE US we did a fashion show taking fabrics from taking items for the fashion show. It was a fashion show in New York and Washington. അല്ലാണ്ട് സെയിലൊന്നും അവിടെ ഒന്നും വെച്ചിട്ടില്ല. ലിനൻ ഫാബ്രിക്സ് ലിനൻ ഈസ് ഓൾറെഡി ഡൂയിങ് ഗുഡ്. നല്ലതായിട്ട് പോകുന്നുണ്ട് ലിനൻ. നോക്കാം, നമുക്ക് ഓരോന്നോരോന്ന് വിൽ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഗോസ്. Suppose Kerala accepts me great, then the things are totally different. So since you find Kerala small, are you planning to expand beyond Kerala?
എക്സ്പാൻഡ് ബിയോണ്ട് കേരള എന്ന് പറയുമ്പോൾ ഈ ടേസ്റ്റിനെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകണം. ഈ കടിച്ചത് എൻ്റെ കയ്യിൽ കള്ളവഞ്ചിയോ കള്ളപ്പണമോ കള്ളോ കഞ്ചാവോ MDMA വിറ്റ കാശൊന്നുമില്ല. ഉണ്ടെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ വിത്ത് ദ മണി വിച്ച് ഐ ഏൺ ഫ്രം ദ ടെക്സ്റ്റൈൽസ് ഐ കൻ നോട്ട് ഫൂക്കെന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ AI തുടങ്ങിയല്ലോ നമ്മള്, AI മോഡലും അത് നമ്മൾ സ്റ്റോറി ചെയ്തതായിരുന്നു. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ഒരു AI-ലേക്ക് എങ്ങനെയാണ് വന്നത്? Why use this? ഇപ്പോൾ AI is there in the medical store, in tire manufacturing, health issues. എല്ലായിടത്തും AI. നമ്മുടെ ആരോഗ്യം നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ തലവേദന വയറുവേദന എന്തിനാണെന്ന് അത് AI തന്നെയാണ് നിങ്ങൾക്ക് ഉത്തരം പറയുന്നത്. അത് അറിയത്ത് പോലുമില്ല നമുക്ക്. സോ എവറി ഫീൽഡ് ഈസ് യൂസിങ് AI. സോ ലെറ്റ് us also start to use AI എന്ന് പറഞ്ഞാണ് we have taken it to the fashion friend so that AI is utilized there in fashion. We have created a model called Isha Ravi and we are working with her. So ആദ്യമായിട്ടാണ് ലോകത്ത് തന്നെ ഒരു AI മോഡൽ കമ്മിങ് ഇൻ ഫോർ എ ഫാഷൻ ബ്രാൻഡ്. ഷീ ഈസ് റെപ്രസെൻറ്റിങ് എവറിത്തിങ് ഓഫ് ഷീമാട്ടി. ഷീമാട്ടി യങ്ങും സെലസ്റ്റും ഒക്കെ ഷീമാട്ടിയും ഈഷ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഷീ ക്യാൻ വെയർ സാരി, ഷീ ക്യാൻ ടോക്ക് ടു യു. ലേറ്റർ വി ഹാവ് ടു ഇവോൾവ് ഹർ. ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ പോസ്റ്റൊക്കെ നല്ല ഫോളോവേഴ്സാണ്. വണ്ടർ വിത്ത് വണ്ടർ WONDER വണ്ടർ വിത്ത് ഈഷ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോർട്ടലുണ്ട്. അതിൽ അവളുടെ ഷീസ് എ ട്രാവലർ ആൻഡ് വെൻ ഷി പുട്ട്സ് ഓൾ ദ ഐറ്റംസ് ദർ ആർ ഗുഡ് ഫോളോവേഴ്സ്. ഇൻസ്പിറേഷൻ ഫാദറിനെ കുറിച്ച് പറയുന്നത്, ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുന്നത്, ഇൻസ്പിറേഷൻ ശരിക്കും ആരാണ്? ഇതിങ്ങനെ ഒരാളെന്ന് പറയാം, അച്ഛനായിരിക്കും കൂടുതൽ. ശകലം അപ്പൂപ്പൻ, തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവ്. ബിക്കോസ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും എക്സിസ്റ്റൻസും ലൈക്ക് പ്രാക്ടിക്കാലിറ്റിയും ഫോർ മൈ അച്ഛൻ എൻ്റെ അച്ഛൻ ഓൺലി. ഹസ്ബൻഡ് പിന്നെ ഹ്യൂജ് സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മൾ അനങ്ങി കാണത്തില്ല. കുറേയെങ്കിലും അങ്ങനെ. കണ്ണൻ പോയിട്ടും അച്ഛനുണ്ടായിരുന്നു, കണ്ണൻ ഉള്ളപ്പോഴും അച്ഛനുണ്ടായിരുന്നു. അപ്പം ഗൈഡ് ലൈൻ എപ്പോഴും അച്ഛനായിരുന്നു. ആൻഡ് കണ്ണൻ വാസ് നോട്ട് റിയലി പ്രിവെൻറ്റിങ് മീ ഫ്രം വർക്കിംഗ്. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കുറേ ഫ്രീഡം ഉണ്ട്. ഒരു എഡ്ജ് വരെയേ ഉള്ളൂ, അതിന് മുകളിലോട്ടില്ല. വിച്ച് വി നോ ഈച്ച് അതർ ആൻഡ് വി മൂവ്. അപ്പം ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അച്ഛനാണ്. അത് എനിക്ക് തോന്നുന്നത് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഈവൻ യെസ്റ്റർഡേ. ആൻഡ് എന്താ പറയേണ്ടത്, ഓപ്പോസിറ്റ് സെക്സ് എന്നുള്ള രീതിയിൽ മേ ബി യു ആർ അട്രാക്റ്റഡ് ടു ഫാദർ. ആൻഡ് അമ്മയായിട്ട് എപ്പോഴും തല്ലുപിടുത്ത. അമ്മ യൂസ് ടു ലവ് മീ സോ മച്ച്. ഐ നെവർ അണ്ടർസ്റ്റുഡ്. മേ ബി 3 നേരം വിളിക്കും, നീ തിന്നോ കഴിച്ചോ കുടിച്ചോ. അപ്പോൾ 2 മണിക്ക് നീ കഴിച്ചോ എന്ന് വിളിക്കും. ഇതെന്തൊരു കഷ്ടപ്പാ, ഞാൻ പോവുമല്ലേ എന്ന് തോന്നും. അപ്പോൾ ഇപ്പോൾ വിളിക്കാനല്ല, നീ എവിടെയെങ്കിലും നടക്കുമ്പോൾ കാല് തെറ്റിരുന്ന് സൂക്ഷിച്ചോണേ എന്ന് പറയും. അത് കഴിഞ്ഞ് 1000 പ്രാവശ്യം കാല് തെറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയും, എൻ്റെ അമ്മ പറയാറുണ്ട് കെയർഫുള്ളായിട്ട് നടക്കുക എന്ന് പറയും. ലൈക്ക് അവരുള്ളപ്പം അത്ര എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഐ ഡു റെസ്പെക്ട് ഹർ. ഷീ യൂസ് ടു ലവ് മീ ഗുഡ്. പക്ഷേ ഫാദർ വാസ് ഇൻ മൈ മൈൻഡ് ആസ് എ ഗേൾ. Father took the upper role, even though my mother was doing every bit in my life. ജനിച്ചപ്പോൾ പെൺകുട്ടിയാണ് ആയി എന്നുള്ളത് ഭയങ്കര സങ്കടത്തോടു കൂടി അമ്മ പറഞ്ഞത്, ഇങ്ങനെ മുത്തശ്ശനോട് എന്തോ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 വർഷം ആകുമ്പോൾ പറയും, ഞാൻ എറണാകുളത്ത് പോകണമെങ്കിൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഞാൻ എറണാകുളത്ത് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ വിളിച്ചുകൊണ്ട് എറണാകുളത്ത് പോകുമല്ലോ. പോകും അമ്മ. അപ്പോൾ ഞാൻ പെൺകുട്ടിയാണെങ്കിൽ പോകത്തില്ല. ഇല്ല, ഓക്കെ, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. സോ അങ്ങനെ ചെറുതായിട്ട് അതൊക്കെ അങ്ങനെ ലൈൻ ഇട്ട് പോയി കാണാം. ബട്ട് അന്നേരം അതൊന്നും വലിയ ഇൻറ്റു ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് അങ്ങനെയൊന്നും ആലോചിക്കുകയുള്ളൂ. അന്ന് അത്ര ആലോചന ശേഷിയോ വിവേചന ശക്തിയോ ഒന്നൊന്നും ഇല്ല. ചെറിയ അണ്ടർലൈനിലോടുകൂടി അതൊക്കെ പാസിംഗ് ബൈ ഷോർട്ടായിട്ടേ പോയിട്ടുള്ളൂ. പക്ഷെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? പെൺകുട്ടി ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്ന് ഫാമിലിയിലൊരു അണ്ടർലൈനിങ് ആയിട്ട് ഒരു കോൺവെർസേഷൻ അധികം ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്നേ. ഒരു പ്രാവശ്യം 10 വയസ്സിൽ എറണാകുളം ട്രിപ്പൊക്കെ ഞങ്ങൾക്ക് എല്ലാ വീക്കെൻഡും ഉള്ളതായിരുന്നു അന്ന്. അപ്പോൾ അമ്മ പറഞ്ഞാണ്, ഞാൻ ലൈക്ക് ആൺകുട്ടിയാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോയി കാണാം എന്ന് പറഞ്ഞപ്പം വൈ നോട്ട് പെൺകുട്ടി എന്ന് ചോദിച്ചത് അവിടെ തീർന്നു. ഈ ഡയലോഗൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടാവും, തീർന്നു. അല്ല, ഇറ്റ് വാസ് നോട്ട് എവർ റിപ്പീറ്റഡ്. അപ്പോൾ അത്രയൊരു അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല എൻ്റെ. ഐ എം വെരി സിമ്പിൾ. ഒരു സാധാ പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെയൊന്നും എടുത്തു വെക്കാനുള്ള കൃത്രിമ ബുദ്ധി ഇപ്പോൾ ഞാൻ പലരെയും കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൃത്രിമ ബുദ്ധിയൊന്നും എനിക്കില്ല. സോ ഗുഡ്, ഐ വാസ് ഈസി ആൻഡ് ഗുഡ്.
ഈ ഓരോ വലിയ അസുഖങ്ങൾക്കൊക്കെ കാരണം ഇങ്ങനത്തെ ഒക്കെ വേണ്ടാതിനെ മനസ്സിൽ വെച്ച് ആലോചിച്ച് അവരുടെ മേലിൽ വെഞ്ചൻസ്, അതാണ് ക്രിയേറ്റിംഗ് ഇറിറ്റബിലിറ്റി ഇൻ യുവർ ബോഡി. ലക്കിലി ഐ വാസ് നോട്ട് സോ. അങ്ങനെ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യണം ആസ് ഗുഡ് ആസ് എ മാൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. യു ജസ്റ്റ് വെന്റ് വിത്ത് ദ ഫ്ലോ. അങ്ങനെയാണോ? ഐ വെന്റ് വിത്ത് ദ ഫ്ലോ. അവിടെ പോയിട്ട് തിരിച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ല, ഇപ്പം ഞാൻ കൊള്ളാമല്ലോ എന്നാ പിന്നെ ഒരിക്കൽ ഞാൻ ആലോചിച്ചെന്നുള്ളതല്ലാണ്ട് അന്ന് അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഒന്നുമില്ല. സാധാരണ ഈസി ഗോ ലക്കി ഗോളായിരുന്നു. ഷീമാട്ടിയാണ് തുടങ്ങിയത്. ബീന കണ്ണൻ ആരും അറിയില്ല. ഇപ്പൊ ബീന കണ്ണൻ ഷീമാട്ടിയേക്കാൾ വലിയൊരു ബ്രാൻഡായി കേരളത്തിൽ. അതിന്റെ ഒരു ഇവോൾവ്മെന്റ് ആയി ഞാൻ ചോദിച്ചത്, ആ ഒരു ജേർണി. പ്രത്യേകിച്ചൊന്നുമില്ല. I was as I am, as I told, things were going like all these. ഇങ്ങനെ പ്രൊഡക്ഷനിലും ഡെലിവറിയിലും ഡിസൈനിങ്ങിലും എവിടെയൊക്കെ വേണം അവിടെയൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക.